കൊല്ലപ്പെട്ടതൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ വളരെ സീരിയസ് ആയിരിക്കും. പ്രോബബിളി കമ്മീഷണർ വാര്യർ നേരിട്ട് തന്നെ. നോ, കമ്മീഷണർ ഇതിൽ ഇടപെടാൻ പാടില്ല. ഇറ്റ്സ് ടു ബിഗ് എ റിസ്ക്. അതാ പറഞ്ഞത്. കമ്മീഷൻ ഒഴിവാക്കിക്കൊണ്ട് അന്വേഷണം നടക്കണമെങ്കിൽ ഓർഡർ അങ്ങ് മോളിൽ നിന്ന് വരണം. അന്വേഷണം യാര് വേണമെന്ന് കമ്മീഷണർ മിനിസ്റ്റർ അല്ല, ഗൌഡ, ഈ സൂര്യദേവരാജ ഗൌഡ തീരുമാനിക്കും. ഓ ഗോവിന്ദര, നീയെ പണിക്കയാ? അടോ പർവാല, നീയെ പണിക്ക പോയാ? ഹോം മിനിസ്റ്റർ വിളിക്കട്ടെ സർ. ആ പോ. വരൂ. ഇരിക്കൂ. അല്ല, ഞാൻ ഇതിലൊന്ന് ഒപ്പിട്ട് കിട്ടിയാൽ ഏട്ടത്തെ വിളിക്കാം. ഇരിക്കൂ. എന്താ ഇത്? ഓഫീസിലുണ്ടായിരുന്ന പേഴ്സണൽ സാധനങ്ങൾ, പിന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും കൊടുത്തയച്ചതും. ഇതൊക്കെ ഇന്ന് എന്നെ ഇവിടെ ഏൽപ്പിച്ച റെസീറ്റ് വാങ്ങണമെന്ന് ഗോവിന്ദൻ സാറ് പറഞ്ഞപ്പോ ഞാൻ ഇതിലൊന്ന് ഒപ്പിട്ടാൽ. സോറി, ഇങ്ങനൊരവസ്ഥയില് ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ പിന്നെ അന്വേഷണത്തിന്റെ ചാർജ് DCP ഗോവിന്ദൻ സാറിന്. രവി നാളെ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും, ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡ്. Come on. പോലീസ് റെക്കോർഡ് പ്രകാരം ഇവിടുത്തെ അണ്ടർവേൾഡുമായി ബന്ധമുള്ള തക്സാണ് ഇവരൊക്കെ, വിത്ത് പ്രൂവൺ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ്. നേരിൽ കണ്ടാൽ പ്രതികളിൽ ഒരാളെ തിരിച്ചറിയാൻ പറ്റുമെന്ന് തന്റെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു പരേഡ് വെച്ചത്. ബട്ട് ഇവരാരും അല്ലെങ്കിൽ പിന്നെ. സർ, ആ വണ്ടികളും കള്ളക്കടത്ത് സാധനങ്ങളും ആരുടേതാണെന്ന് സൂചനയുള്ള സ്ഥിതിക്ക് നോ എവിഡൻസ്. ആ വണ്ടികൾ ദേവഗൌഡയുടേതല്ല. ആരുടേതാണെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. സർ, ആ രജിസ്ട്രേഷൻ ബുക്ക്. ലുക്ക് രവി, സൂചനകൾ മാത്രം വെച്ച് ഈ കേസിൽ ആരെങ്കിലും കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് മൈ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. കഷ്ടം. ഏത് തെളിയാത്ത കേസിനും തുമ്പുണ്ടാക്കുന്ന സമർത്ഥനായിരുന്നു തന്റെ ചേട്ടൻ. ഒടുവിൽ അയാളുടെ ഗതി ഇങ്ങനെ. കൊന്നതാരാന്നതിന് തുമ്പുമില്ല തുരുമ്പുമില്ല. അൺലക്കി ഫെലോ. പക്ഷേ
ഒരു കണക്കിന് താൻ ലക്കിയ. ഏട്ടന്റെ മരണവും തന്റെ IPS റിസൾട്ടും ഒരേ ദിവസം. അതുകൊണ്ട് പത്രങ്ങളിൽ തനിക്ക് നല്ല ബ്യൂട്ടിഫുൾ കവറേജ് കിട്ടി അല്ലേ? ഹേയ് കമോൺ ഈസി. രവി, കേൾക്കുമ്പോ ഒരല്പം ക്രൂരമായ കമന്റാണെന്ന് തോന്നിയേക്കും. ബട്ട് ഐ ആം ടെല്ലിംഗ് യു ബിറ്റർ ഫാക്ട്. ഒക്കെ സംഭവിച്ചത് നല്ലതിനാടോ. അല്ലെങ്കിൽ താൻ ട്രെയിനിങ്ങും കഴിഞ്ഞ് IPS ഓഫീസറായിട്ട് വന്ന് ചാർജ് എടുക്കുമ്പോ തന്റെ ഈ ചേട്ടൻ തനിക്കൊരു നാണക്കേടായൻ. അയാളൊരു സ്ഥിരം പ്രശ്നക്കാരനാണ്. ഐ മീൻ എ റിയൽ പെയിൻ ഇൻ ദാസ്. You അയ്യോട്രാ please shut your nasty stinking trap. ജയശങ്കർ മരിക്കാനിടയായത് തന്നെ എന്റെ പിടിപ്പേടുകൊണ്ടാണെന്ന് മുകളിൽ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും. അന്വേഷണത്തിന്റെ മുഴുവൻ ചുമതലയും ഗോവിന്ദനെ ഏൽപ്പിച്ചിട്ട് തൽക്കാലം ലീവ് എടുക്കാനാ എനിക്ക് കിട്ടിയ ഓർഡർ. സർ, ഏട്ടനും ഈ DCP ഗോവിന്ദനും തമ്മിൽ നല്ല ടേംസിലായിരുന്നില്ല അല്ലേ? നോ, ഡോണ്ട് ഗെറ്റ് റോങ് ഐഡിയാസ്. ഒരു പോലീസ് ഓഫീസർ കൊല്ലപ്പെട്ട കേസിൽ അന്വേഷിക്കുന്ന ആരായാലും ശരി, കൃത്രിമങ്ങൾ ഉണ്ടാവില്ല രവി. Are you sure? യെസ്, ലെറ്റ്സ് ബി പോസിറ്റീവ്. രവി, ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ നാളെ പുറപ്പെടുന്നുവല്ലേ? സർ. നാളെ ഓഫീസിൽ വന്നെന്നെ കാണണം. 1-2 പേപ്പർ സൈൻ ചെയ്യാനുണ്ട്. സർ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാല് അത് മനസ്സിലുള്ളത് മുഴുവനാകുന്നില്ല കുട്ടി. നന്നായി വരണം, നല്ല ഓഫീസർ ആകണം, തന്റെ ഏട്ടനെ പോലെ. ഞാൻ പോയിട്ട് വരട്ടെ ഏട്ടത്തി. ഏട്ടത്തി വിഷമിക്കരുത്. ഞാൻ ഇവനാണ് നേട്ടനെ കൊന്നത്. പ്ലീസ് ആസ്ക് ഹിം. വിടറാവനെ. സർ പ്ലീസ്. വിടറാ. സർ പ്ലീസ്. ടേക്ക് യുവർ ഹാൻഡ്സ് ഓഫ്.
Come on, take him. Get those small guys. കൊണ്ടുപോണേ പട്ടേ. Come on, lock him up. ഓടാ അവിടുന്ന്. നാട്ടിൽ മാനം മര്യാദയായിട്ട് ജീവിക്കുന്നവനെയൊക്കെ നിനക്ക് തെരുവിലിട്ട് തല്ലണം അല്ലടാ തെണ്ടി. ഇത് തന്നെയായിരുന്നു നിന്റെ ചേട്ടന്റെ തിളപ്പ്. അതുകൊണ്ടാണ് ആണുങ്ങൾ അവനെ നടു റോഡിലിട്ട് പട്ടിയെപ്പോലെ കൊന്നത്. ഗോവിന്ദൻ, എന്താ ഇത്? ദിസ് ഇസ് ബ്രൂട്ടൽ. നിങ്ങൾ ഇത്ര ക്രൂരനായി പോയല്ലോ ഗോവിന്ദൻ. ഞാൻ ഇയാളെ കൊണ്ടുപോവാണ്. Take him. നോ. What do you mean? ഇവന്റെ പേരിലുള്ള ചാർജ് എന്താണെന്ന് അറിയാമോ സാറിന്? ഹി അസൾട്ടഡ് മീ. ഐ മീൻ, ഈ സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ രണ്ടാമനായി എന്നെ പെരുവഴിയിലിട്ട് തല്ലിയവനായവൻ. അത് ഒരു നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചതിന്. ഐ വോണ്ട് ലീവ് ഹിം സാർ. Please, Mr. Govindan. You are playing with his future. IPS ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള അയാൾക്ക്. സോ വാട്ട്? സർവീസിലുള്ള ഒരു പോലീസ് ഓഫീസറുടെ മൂക്കിടിച്ച് പൊളിച്ചിട്ട് വേണം ഇവന്റെ ട്രെയിനിങ്ങിന് ചെല്ലാൻ. മിസ്റ്റർ ഗോവിന്ദൻ, ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊക്കെ നീതിയും നിയമവും പ്രിൻസിപ്പിളും എത്തിക്സും പറയുന്ന നിങ്ങൾക്ക് ഇപ്പൊ എന്ത് പറ്റി സാർ? ഏത് വകുപ്പിലാ, എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ഇവന്റെ റിലീസ് ആവശ്യപ്പെടുന്നത്? ദിസ് ബെഗർ ഈസ് ഇൻ കസ്റ്റഡി ഫോർ നോൺ ബെയിലബിൾ ഒഫൻസ്. വെറുതെ സമയം കളയണ്ട സാർ. ജാമ്യത്തിൽ പോലും ഇവനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയില്ല. നിയമത്തിൽ അതിന് പഴുതില്ല സാർ. ഐ വിൽ ടേക്ക് ഹിം ടു ദ കോർട്ട് ആൻഡ് ഐ വിൽ സീ ടു ഇറ്റ് ദാറ്റ് ഹി ഈസ് പണിഷ്ഡ്. Come on, lock him up. സാർ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കുട്ടി. ഡാഡി പ്ലീസ്. നടക്കണം. മാറി നിൽക്കണം അങ്ങോട്ട്. എന്താണ് നോക്കിങ്ങനെ കൊണ്ടുപോടോ. സാർ പ്ലീസ് സാർ. ഇറങ്ങി പോടാ അവിടെ. This court of law is convinced beyond any doubt or dispute that the accused Ravi Shankar is guilty of the charges leveled against him. പരസ്യമായി പൊതുജനമധ്യത്തിൽ വെച്ച് അപായപ്പെടുത്താൻ ശ്രമിക്കുകയും കർത്തവ്യ നിർവഹണത്തിന് വിഘ്നം വരുത്തുകയും ചെയ്ത പ്രതി IPS കേഡറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ളത് കുറ്റം ഗുരുതരമാക്കുന്നു. എന്നാൽ തദവസരത്തിൽ സ്വസഹോദരന്റെ ക്രൂരമായ അന്ത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതിനെ തുടർന്നുണ്ടായ മാനസികാഘാതത്തിലും വേദനയിലുമായിരുന്നു പ്രതി എന്ന മാനുഷിക വശം ഈ കോടതി ദയാപൂർവം പരിഗണിക്കുന്നു. എങ്കിൽ തന്നെയും പ്രസ്തുത പരിഗണന അനഭിലഷണീയമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചുകൂടാ എന്ന് കോടതിക്ക് നിർബന്ധമുണ്ട്. ആയതിനാൽ താഴെ പറയുന്ന വകുപ്പുകൾ പ്രകാരം പ്രതി രവിശങ്കറിനെ ഈ കോടതി
2 വർഷം കഠിന തടവിനെ ശിക്ഷിക്കുന്നു. IPS പോയെങ്കിൽ എന്താടാ, ജയിലിലും കിട്ടും ശമ്പളം, ചെയ്യുന്ന ജോലിക്ക്. പിന്നെ 2 കൊല്ലം സുഭിക്ഷമായിട്ട് സർക്കാരിന്റെ ശാപ്പാട്, 3 നേരം. പോരേടാ നിനക്ക്. ആ ചെല്ല്, ജയിലിൽ നിനക്കൊരു 1-ാം തരം സ്വീകരണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞാൻ. നിന്റെ ബാക്കിയുള്ള ഉശിരും കൂടെ തീർത്തു തരും അവര്. ഏട്ടാ, അയ്യോ, മാറി നിക്കടാ ഇങ്ങോട്ട്. എടോ, you bastard! I will come back, you bastard! I will come back! I will come back! ഹലോ. ഏട്ടാ, ഇത് മിസ് ഫെലിക്സ് അല്ലേ? അതെ, ഐ എം സാൻഡ്ര. ഇവിടെ കാണാൻ വരുമ്പോഴൊക്കെ ഹരി പറയാറുണ്ട്. പിന്നെ ജയിലിലേക്ക് അയക്കുന്ന എല്ലാ കത്തിലും ഏട്ടത്തെയും സുധ എഴുതാറുണ്ട് സാന്ദ്രയെ കുറിച്ച്. പ്ലീസ് കം. എങ്ങനെ, എന്തിനൊക്കെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരു തടവ് പുള്ളിയുടെ അനിയനാണെന്നറിഞ്ഞിട്ടും ഇവനൊരു ജോലി കൊടുത്തതിന്, ഏട്ടത്തെയും സുധയൊക്കെ ഒരുപാട് ആശ്വസിപ്പിച്ചതിന് താങ്ക്സ് അലോട്ട്. ഇത്രയൊക്കെ പറയാൻ ഞാൻ എന്താ ചെയ്തത്? നോ, യു വെയർ ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. എല്ലാം ഞാൻ പറയാറുണ്ട് ഹരിയോട്. നിങ്ങളുടെ ലൈഫിലെ ഈ ട്രാജഡിക്കെല്ലാം കാരണക്കാരി ഞാനാണെന്ന്. ഞാനാ ഒക്കെ തുടങ്ങിയത്. ഇന്നേവേ ഐ സ്റ്റാർട്ടഡ് ഇറ്റ് ഓൾ. പ്ലീസ്. അല്ല, ഞാനൊന്ന് വെറുതെ ഒരുപാട് വാശി പിടിച്ചതുകൊണ്ടാ ഗൌഡയുടെ കള്ളക്കടത്തിനെ കുറിച്ച് രവിയുടെ ഏട്ടൻ ഇൻഫർമേഷൻ കൊടുക്കാൻ ശിവപ്പ സമ്മതിച്ചത്. ഒരുപക്ഷെ അന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ. ഇറ്റ്സ് ഓൾ ഫേറ്റ്. യെസ്, ബട്ട് ഇറ്റ്സ് മൈ ഫോൾട്ട്. അന്ന് ഗൌഡയോടുള്ള വാശി മാത്രമായിരുന്നു മനസ്സിൽ. കോൺസിക്വൻസസ് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. ആൻഡ് ഐ സ്റ്റിൽ ഫീൽ ഗിൽറ്റി അബൌട്ട് ഇറ്റ്. രവി, ഒരുപാട് ലോകപരിചയമൊന്നുമില്ല ഏട്ടത്തിക്ക്. ഒരുപാടൊന്നും പഠിച്ചിട്ടുമില്ല. എങ്കിലും ഏട്ടത്തിക്ക് കാണാൻ നിന്റെ മനസ്സ്. ഇനിയിപ്പോ ഉള്ളില് വാശിയും വൈരാഗ്യമൊക്കെ കൊണ്ടു നടന്നിട്ട്. അതെ, ഡൽഹിയിലോ ബോംബെയിലോ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെന്റിൽ രവിക്കൊരു ജോലി ശരിയാക്കാം. അല്ലെങ്കിൽ ഏട്ടന് ഏതെങ്കിലും പത്രത്തിൽ ജോയിൻ ചെയ്തൂടെ, പഴയതുപോലെ?
മോളെ, നിന്റെ ഏട്ടന്റെ പേരിലിപ്പോ ബാക്കിയുള്ള ബിരുദങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ നിനക്ക്? എക്സ് കോൺവിക്ട്, ക്രിമിനൽ, ജയിൽ ബേർഡ്, ആന്റി സോഷ്യൽ. ഈ ബിരുദങ്ങളുടെ മെറിറ്റ് വെച്ച് അപേക്ഷിച്ചാൽ 4 കൈയും നീട്ടി സ്വീകരിച്ച് സന്തോഷത്തോടെ ഏട്ടന് ജോലി തരുന്ന ഒറ്റ സെറ്റപ്പേ ഉണ്ടാവൂ. അണ്ടർവേൾഡ്, അധോലോകം. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കാമെന്ന് മോഹിച്ചിട്ടല്ല. പക്ഷേ കഴിഞ്ഞ 2 വർഷം ഉറക്കം നഷ്ടപ്പെട്ടു പോയ ഓരോ രാത്രിയിലും എന്റെ മനസ്സിൽ പിന്നെയും പിന്നെയും വന്ന് പതിഞ്ഞ കുറെ മുഖങ്ങളുണ്ട്. എഴുതിത്തള്ളാൻ പറ്റാത്ത കുറേയേറെ കണക്കുകളും തീർക്കാൻ. ഒക്കെ സംഭവിച്ചു പോയിന്ന് സമാധാനിക്കണം കുട്ടി. ഏട്ടത്തി സഹിക്കണില്ലേ? നോ, എനിക്കും ഏട്ടത്തിക്കും ഇവർക്കും സന്തോഷിക്കാനുണ്ടായിരുന്നത് മുഴുവൻ തല്ലി തകർത്തിട്ട് ഇപ്പോഴും ഒന്നും നഷ്ടപ്പെടാതെ ജീവിക്കുന്നവരില്ലേ? ഇനി സഹിക്കുന്നത് അവരായിരിക്കും, നഷ്ടപ്പെടുന്നത് അവർക്കായിരിക്കും. ഒരു കണക്ക് പുസ്തകം മനസ്സിലുണ്ടാവില്ലേ സാന്ദ്രയ്ക്കും? തീർക്കാൻ ബാക്കി നിൽക്കുന്ന കുറെ പഴയ കണക്കുകൾ ഓരോന്ന് ഓർമ്മിച്ചെടുത്തോളൂ. ഇഫ് യു ഡു മീൻ ടു സെറ്റിൽ ഓൾഡ് സ്കോഴ്സ്. ആഹാ, ഇത് എന്ന് തുടങ്ങി രവേട്ടാ? ജയിലിൽ നിന്ന്. ജയിലിൽ എന്റെ വിങ്ങിലെ ഗാർഡ് ആളൊരു ചെയിൻ സ്മോക്കറായിരുന്നു, ഒരു കിഴവൻ. രാത്രിയില് അഴിക്കപ്പുറത്ത് നിന്ന് അയാൾ അങ്ങനെ പുകച്ചു തള്ളുന്നത് കാണുമ്പോ കൊതി തോന്നും. ആ സിഗരറ്റിന്റെ പുകയ്ക്ക് പുറം ലോകത്തിന്റെ ഒരു മണം. നിനക്ക് മനസ്സിലാവൂ എന്താ പറയുക? സ്വാതന്ത്ര്യത്തിന്റെ ഒരുതരം കൊതിപ്പിക്കുന്ന മണം. ദുസ്സഹാദ്, a stench of freedom. ജയിലിലൊരു വലിയ ഏമാനെ തല്ലിയിട്ട് എന്നതല്ലേ? ആദ്യമൊക്കെ ചോദിച്ചിട്ടും കിഴവൻ ഒരു പുക പോലും തന്നില്ല. പിന്നെ തടവുള്ളി IPS എന്ന കടമ്പ കടന്ന ആളാണെന്ന് അറിഞ്ഞപ്പോ അയാൾക്കൊരു അനുകമ്പ തോന്നിക്കാണും. പിന്നെ വലിച്ചു മതിയാവുമ്പോ അയാൾ കുറ്റി അകത്തേക്ക് എറിഞ്ഞു തരും. അയാളുടെ തുപ്പല് നനഞ്ഞ കുറ്റി വലിച്ചു തുടങ്ങിയ ശീലം. ഫിൽത്തി, ഡിസ്ഗസ്റ്റിംഗ്, ഒബ്സീൻ അല്ലേ? അറപ്പ് തോന്നുന്നുണ്ടോ നിനക്ക്? ഏട്ടൻ അനുഭവിച്ചത് ഓരോന്ന് ഓർക്കുമ്പോ ആ, നിനക്ക് ശിവപ്പെ പരിചയമുണ്ടോ? ശിവരാമനെ? മാഡത്തിന്റെ എന്തെങ്കിലും കാര്യത്തിന് ഇടയ്ക്ക് കാണാറുണ്ട്. അത് ശരി, ഏട്ടൻ എങ്ങനെ അറിയും ശിവപ്പേ? രാജ്യം ഭരിക്കുന്നവരും നാട് നീങ്ങിയവരും സ്ഥാനം വെച്ചൊഴിഞ്ഞവരും അടക്കം പുറത്തുള്ള എല്ലാ മാഫിയ അൽക്കപ്പോൺമാരും പോപ്പുലറാ ജയിലിനുള്ളിലും. അപ്പുറത്തും ഇപ്പുറത്തും സെല്ലുകളിൽ നിറച്ച് ഇവരുടെയൊക്കെ പഴയ ഗുണ്ടകളാണ്, പെട്ടുപോയവർ. പണ്ട് ഉറക്കൊളച്ചിരുന്ന് കാണാതെ പഠിച്ച ബ്രിട്ടീഷ് ചരിത്രവും ഇന്ത്യ ചരിത്രവും ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയും ഒക്കെ മറന്നിട്ട് ഏട്ടനിപ്പോ ജയിലിൽ കേട്ടുപഠിച്ച ചരിത്രങ്ങളാണ് ഓർമ്മ. ഗൌഡയുടെയും ചന്ദ്രയുടെയും ശിവപ്പയുടെയും ഒക്കെ വീരചരിതങ്ങൾ. ഹരി, എനിക്ക് ഈ ശിവപ്പയെ ഒന്ന് കാണണം. നിന്റെ മാഡം ഉണ്ടല്ലോ, മിസ് ഫെലിക്സ്, അവരറിയണ്ട. കുഡ് യു അറേഞ്ച് എ മീറ്റിംഗ്? യെസ്. ഗുഡ്.